നമസ്കാരം. നമ്മുടെ ലോകം എത്ര സുന്ദരമാണ് എന്നുള്ളത് ഈ ലോകം കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. എന്ത് കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. നാം ലോകം കാണുന്ന സമയത്ത് നമ്മുടെ കൊച്ചു കേരളവും എത്ര സുന്ദരമാണ് എന്ന് നമ്മൾ ഓർത്തുപോകും. പക്ഷേ ലോകം ടെക്നോളജിയിൽ വളരെയധികം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നാട് മാത്രം എന്തേ ഈ മതം മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു, അതല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രം പറഞ്ഞ് മുമ്പോട്ട് പോകുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ചൈന പോലെയുള്ള രാജ്യം ബഹിരാകാശത്ത് പോലും സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ച് ടെക്നോളജിയിൽ അതിവേഗം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകം തന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യ എന്ന രാജ്യത്ത് വികസനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷേ റോഡുകൾ വരുന്നതിലോ അല്ലെങ്കിൽ ബഹുനില കെട്ടിടങ്ങൾ വരുന്നിടത്തോ മാത്രമല്ല വികസനം എന്നുള്ള കാര്യം ഭരിക്കുന്ന സർക്കാരുകൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം യഥാർത്ഥ വികസനവും നമ്മുടെ പ്രകൃതി സൗന്ദര്യവും നമുക്ക് ലോകത്തിന് മുമ്പിൽ കാണിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ട് നമ്മൾ മതത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു? മതത്തിൽ നിന്നും പുറത്തു വരാതെ ഭാരതം രക്ഷപ്പെടില്ല എന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു രാജ്യത്തും നമ്മൾ കാണാത്ത അത്രയും രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരം നമ്മുടെ ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മറ്റു പല രാജ്യങ്ങളും അതിവേഗം മുമ്പോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ നടത്തുന്ന ശാസ്ത്ര മേഖലയിലായിക്കൊള്ളട്ടെ, വ്യാവസായിക മേഖലയിലായിക്കൊള്ളട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലായിക്കോട്ടെ, ടെക്നോളജിയിലായിക്കോട്ടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഗവേഷണത്തിൻ്റെ 1,00,000-ൽ 1 അംശം പോലും ഗവേഷണമോ പഠനമോ ഒന്നും നമ്മുടെ രാജ്യം നടത്തുന്നില്ല എന്നോർക്കുമ്പോൾ ഏറെ വേദന തോന്നിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിവേഗമാണ് ഈ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ പത്രമാധ്യമങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കലാലയങ്ങളായിക്കൊള്ളട്ടെ, ഒന്നും തന്നെ പുതിയ ടെക്നോളജിയെക്കുറിച്ചും പുതിയ രാഷ്ട്രത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഏറെ വേദനാജനകമായ ഒരു കാര്യമായി നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ദിവസം സമാധിയുമായി ബന്ധപ്പെട്ടിട്ട് നെയ്യാറ്റിൻകരയിൽ നടന്ന ഒരു സംഭവം നമുക്കറിയാം. ശരിക്കും നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് തന്നെ ഏറെ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം എത്ര ഒരു പുതിയ ഒരു ഒരു എന്താ പറയുക, ഒരു പരിഷ്കൃത സമൂഹത്തിന്, അല്ലെങ്കിൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത്, അതായത് ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ള അനാചാരങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് നെയ്യാറ്റിൻകരയിൽ നടന്ന പോലെയുള്ള ഒരു സംഭവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? അത് ഒരു ദിവസം മുഴുവൻ, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസമൊക്കെ ചർച്ച ചെയ്യുന്ന വാർത്താ മാധ്യമങ്ങളാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് കൂടാതെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ രാഷ്ട്രീയം. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു വികസനത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യ പുരോഗതിയുടെ ഒരു രാഷ്ട്രീയം എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല, നമ്മുടെ മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ സംസാരിക്കുന്നില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ലോകം ഓരോ നിമിഷവും 1,00,000 കിലോമീറ്റർ വേഗതയിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പക്ഷേ അതിന് ഒപ്പം ഓടിയെത്താൻ സാധിച്ചില്ലെങ്കിലും ഈ മതത്തിൻ്റെ പേരിലും ഈ രാഷ്ട്രീയത്തിൻ്റെ പേരിലുമൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ടെക്നോളജിയുടെ വികസനത്തിനും രാജ്യത്തിൻ്റെ വികസനത്തിനുമൊക്കെ ആയി മാറ്റിവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് എത്രത്തോളം മനോഹരമായി തീരും, എത്രത്തോളം സമ്പന്നമായി തീരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും മതത്തെ തള്ളി പറയുന്നതല്ല, പക്ഷേ മതം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണം. ഞാൻ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഒക്കെ നമ്മൾ പോവുക. അവിടെയൊന്നും ഈ മതത്തിന് വേണ്ടി തമ്മിൽ തല്ലിച്ചാകുന്ന ആളുകളെ നമ്മൾ കാണത്തില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ വെറുതെ സമയം ആളുകൾ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വേണം മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് അനവധി യുവാക്കൾ വിദേശ രാജ്യത്തേക്ക് പലായനം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അവർ നല്ല ഒരു ജീവിതം ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ, അല്ലെങ്കിൽ പൊല്യൂഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കുവാൻ, തിരക്കില്ലാത്ത ഒരു സ്ഥലത്ത് ജീവിക്കുവാൻ ഒക്കെ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരൊക്കെ വിദേശത്തേക്ക് പലായനം ചെയ്യുന്നത്. ഈ വിദേശത്തേക്ക് പലായനം ചെയ്ത് വിദേശത്തെത്തുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ജീവിതം കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു മറുചോദ്യമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഏതൊക്കെയാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ നമ്മുടെ നാട് മതത്തിൽ നിന്ന് എന്ന് മോചിതമാകുന്നോ അന്ന് മാത്രമേ നമ്മുടെ രാജ്യം
നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസനം അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഒരു വികസനം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏതൊക്കെയായാലും കണ്ണു തുറക്കേണ്ടത് ഈ രാജ്യം ഭരിക്കുന്നവരും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹിക പരിഷ്കർത്താക്കളും അതോടൊപ്പം തന്നെ സാംസ്കാരിക നായകന്മാരുമൊക്കെയാണ്. മതത്തേക്കാൾ അപ്പുറം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒക്കെ സമയം മാറ്റിവെക്കുവാൻ തയ്യാറാവുന്ന പുതിയ മനസ്സുകൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.